ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കാണിക്കുന്നത്. അപ്പോൾ വൈകിട്ടത്തെ എൻ്റെ കുറച്ച് കലാപരിപാടികൾ കാണാം കേട്ടോ. തൂക്കാനായിട്ട് കുറച്ച് ലേറ്റായി കേട്ടോ. ജിത്ത് പോയതിന് ശേഷമാണ് തൂക്കുന്നത്. ജിത്ത് ഉള്ളപ്പോൾ തൂക്കുന്നതായിരിക്കും കുറച്ചും കൂടി എനിക്ക് നല്ലത് മോനെ നോക്കാനായിട്ടേ. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഭാഗം മാത്രമല്ല തൂക്കേണ്ടത്, ബാക്കിലും കൂടി തൂക്കണം. ബാക്കിലിപ്പോൾ ഒറ്റയ്ക്ക് തൂക്കാൻ പറ്റത്തില്ല. മോനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ മോൻ സ്റ്റെയർ കയറും. അതുകൊണ്ട് പിന്നെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പാടായതുകൊണ്ട് തന്നെ ജിത്ത് ഉള്ളപ്പോഴായിരുന്നു തൂക്കുന്നത്. അതുമെല്ലാം നമുക്ക് ഇടവഴിയും കൂടി തൂക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടുത്തെ പുല്ലൊക്കെ പറിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് തൂത്ത് കൊടുക്കണം. മഴയും കൂടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെറിയ ചെറിയ പുല്ലുകളൊക്കെ കിളിച്ച് വരുവാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ കാല് വെച്ച് അതൊന്ന് ചവിട്ടി ഇതാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇളകി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ ചെറുത് കാണുന്നതെല്ലാം അപ്പോഴെ തന്നെ കാല് വെച്ച് ഇതാക്കി കൊടുക്കുന്നുണ്ട്. നേരെ കാണുന്നത് റോഡാണ്. അപ്പം മോനെയും കൊണ്ട് ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചവറൊന്നും വലുതായിട്ട് നോക്കുന്നില്ല, പെട്ടെന്ന് തന്നെ അടിച്ചു വരാനുള്ള ശ്രമമാണ്. അപ്പോൾ പിന്നെ പുല്ല് കൈകൊണ്ട് പറിക്കാനും നിൽക്കുന്നില്ല, കാലുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചവിട്ടി കളയുവാണ്. അപ്പോഴത്തേനും അത് നമുക്കിവിടെ ഇൻ്റർലോക്കാണ് കേട്ടോ വരുന്നത്. അപ്പം മണ്ണ് കയറിയിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ പുല്ലൊക്കെ പറിച്ചാലും പെട്ടെന്ന് തന്നെ വരും കേട്ടോ, പാടില്ല. അതുകൊണ്ട് ചവിട്ടി കളഞ്ഞപ്പോൾ തന്നെ ആയാലും അത് വേരോടെ തന്നെ പോയിട്ടുണ്ട്. മെയിനായിട്ട് ആ ഫ്രണ്ടിൽ കാണുന്ന മുരിങ്ങയിലയുടെ ചവർ മാത്രമേ വരുത്തുള്ളൂ, അല്ലാണ്ട് ചവറുകൾ കുറവാണ്. പിന്നെ തൂക്കുന്നതെന്ന് വെച്ചാൽ പുല്ല് പിന്നെയും കിളിച്ച് വരാതിരിക്കാനാണ്. മഴയായിട്ട് തന്നെ പെട്ടെന്ന് കിളിക്കുമല്ലോ, അതുകൊണ്ട് ഡെയിലി തൂത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം വൃത്തിയൊന്നും നോക്കുന്നില്ല, പെട്ടെന്ന് തന്നെ തൂക്കുവാണെങ്കിൽ മോനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നു. അപ്പം അതിൻ്റെ ഒരു ഇതിൽ നിൽക്കുവാണ് ഞാൻ. പിന്നെ ഇന്നലെ ഞങ്ങൾ 3 പേരും കൂടി ആയിട്ടായിരുന്നു ഇവിടെ തൂത്തുകൊണ്ടിരുന്നത്. ജിത്ത് പകുതി തൂക്കും, ഞാൻ കുറച്ച് തൂക്കും. പിന്നെ പുല്ലൊക്കെ ഉള്ളത് പറിച്ച് മോൻ്റെ സൈക്കിളിൽ വെച്ച് കൊടുക്കും, മോൻ കൊണ്ട് കളയും. അങ്ങനെയായിരുന്നേ. ഇന്ന് ജിത്ത് പറഞ്ഞായിരുന്നു നമുക്ക് ഒരുമിച്ച് തൂക്കാമെന്നൊക്കെ. പക്ഷേ ഞങ്ങൾക്ക് കടയിലൊന്ന് പോകണമായിരുന്നു. അതുകൊണ്ട് പിന്നെ വന്നപ്പോൾ ലേറ്റായി. ആൾക്ക് പിന്നെ ജോലിക്ക് പോകണമായിരുന്നു. പിന്നെ ഇന്ന് തൂക്കണ്ടെന്ന് വിചാരിച്ചായിരുന്നു. മഴയില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നാളെ വല്ല മഴയുണ്ടെങ്കിൽ പിന്നെ അഥവാ തൂക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇന്നങ്ങ് തൂക്കാമെന്ന് വിചാരിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ചെരുപ്പൊക്കെ അങ്ങ് അടുക്കി വെക്കുവാണ്. ചെരുപ്പ് നമ്മൾ പുറത്ത് പോയിട്ട് വന്നത് അവിടെ ഇട്ടപ്പോഴത്തേനും അത് ഞാൻ പിന്നെ സ്റ്റാൻഡിലോട്ട് എടുത്ത് വെക്കുവാണേ. ഇത് അടുക്കി വെച്ച് കഴിഞ്ഞ് സ്റ്റെപ്പൊക്കെ തൂത്തിട്ട് പിന്നെ ഞാനങ്ങ് ആളെയും കൊണ്ട് അങ്ങ് അകത്ത് കയറും കേട്ടോ. ഇവിടെ ഫ്രണ്ടിൽ നിർത്തുന്നത് നമുക്ക് പറ്റത്തില്ല, അമാതിരി ചെളിയൊക്കെയാണ് വാരി എറിയുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ അകത്ത് കയറ്റും. പിന്നെ രാവിലെ കുറച്ച് നേരം കളിക്കാൻ വിട്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ തന്നെ മഴയുണ്ടായിരുന്നു. അപ്പോഴത്തേനും ആ മഴവെള്ളത്തിൽ തലയിലാൾക്ക് ക്യാപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം കളിക്കാൻ വിട്ടായിരുന്നു. പിന്നെ പിള്ളേരല്ലേ അടച്ചു പൂട്ടി എത്രയെന്നും പറഞ്ഞാൽ മോനെ ഇടുന്നത്. അതുകൊണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ കഥക് തുറന്നു കൊടുത്ത് ഞാൻ തന്നെ മഴയിലൊക്കെ ആയാലും കളിക്കാനൊക്കെ വിടാറുണ്ട്. ആൾ എൻജോയ് ചെയ്തിട്ട് മഴയൊക്കെ എന്താണെന്നൊക്കെ അറിഞ്ഞല്ലേ വളരേണ്ടത്. അതുകൊണ്ട് തന്നെ ആൾക്ക് പെട്ടെന്ന് മഴയൊക്കെ നനഞ്ഞാൽ പനിയൊന്നും വരത്തില്ല കേട്ടോ. അതേപോലെ തന്നെ മണ്ണിൻ്റെ അലർജി ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അപ്പം മണ്ണിലൊക്കെ കുഞ്ഞിന് മുതലേ ഇറങ്ങി കളിക്കുന്നതുകൊണ്ട് അതിൻ്റെ അലർജി വന്നിട്ടില്ല. ഇനി വിളക്ക് തേക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ നേരത്തെ ഇവിടെ ഇരുന്നത് ഒരു കുഞ്ഞ് സ്റ്റാൻഡായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ നേരത്തെ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാം. അത് മാറ്റിയിട്ട് പിന്നെ ഇത് സെറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ബെഡ്റൂം സെറ്റ് മേടിക്കാൻ പോയപ്പോഴത്തേനും ഓഫറിൽ കിട്ടിയതാണേ. അപ്പോൾ ഇത് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നതായിരുന്നു ഇത് മേടിക്കണമെന്ന്. എന്തായാലും അങ്ങനെ തന്നെ കാര്യങ്ങളും നടന്നു. ആൾ നോക്കിയിരിക്കും കേട്ടോ ഞാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഞാനും വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ജോലിയിലൊക്കെ മാക്സിമം ആളെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ആളും ഇതൊക്കെ കണ്ട് വളരട്ടെ. ആണായാലും പെണ്ണായാലും എല്ലാ ജോലിയും അറിഞ്ഞിരിക്കണമല്ലോ. നാളെ കെട്ടിക്കഴിഞ്ഞ് പെണ്ണ് പറയരുതല്ലോ നിൻ്റെ അമ്മ ഇങ്ങനെ വളർത്തിയെന്ന്. അപ്പം നമ്മൾ അത്യാവശ്യം ജോലികളൊക്കെ അറിഞ്ഞിരിക്കണം. നാളെ ഒരു പെണ്ണ് കെട്ടിക്കൊണ്ട് വരുമ്പോഴത്തേനും ഭാര്യ ഒന്ന് വയ്യായ്മ വന്നു കഴിഞ്ഞാൽ അവളെ ഹെൽപ്പ് ചെയ്യണം. അതേപോലെ തന്നെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം. അതൊക്കെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഭാവിയിൽ അമ്മായിമ്മ ആവേണ്ട ആളാണല്ലോ ഞാൻ. അതിനു മുന്നേ പ്രാക്ടീസൊക്കെ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വിളക്കൊക്കെ തേച്ച് കഴിഞ്ഞ് ഇനിയിപ്പം അകത്തൊക്കെ ഒന്ന് തൂത്ത് വരണം. അപ്പോഴത്തേനും കഥയൊക്കെ അടച്ചിട്ടു കേട്ടോ. അകത്ത് ഇനി നമുക്ക് പെയിൻ്റ് അടിക്കേണ്ട സമയമായിട്ടോ. പിന്നെ ദർശൂട്ടൻ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ അടിക്കാണ്ടിരിക്കുന്നത്. ആൾ ഭയങ്കര കുത്തിവരെയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അടിച്ചാലും നമുക്കത് പ്രയോജനമാകത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നീട്ടിക്കൊണ്ട് പോവുകയാണേ. നമ്മുടെ കല്യാണ സമയത്തായിരുന്നു ഇവിടെ പെയിൻ്റ് അടിച്ചത്. അപ്പം 3 വർഷമായിട്ടുള്ളൂ. പക്ഷേ ഈർപ്പൊക്കെ അടിച്ചിട്ട് പെയിൻറ്റും പോയി. അത് കണക്ക് തന്നെ ദർശൂട്ടം കുത്തി വരച്ച് പിന്നെ അത് കണക്ക് തന്നെ പെയിൻ്റൊക്കെ ഇളക്കി ആകെ നാശമായിരിക്കുവാണ്. എനിക്കിവിടെ വൈറ്റ് അടിക്കാനായിട്ടോ താല്പര്യം. അപ്പം ഞാൻ നേരത്തെ മുതലേ പറയുന്നുണ്ടായിരുന്നു വൈറ്റ് അടിക്കണമെന്ന്. പിന്നെ ദർശൂട്ടൻ ഉള്ളത് കൊണ്ട് തന്നെ വൈറ്റ് അടിച്ചാലും നമുക്ക് അത് 2 ദിവസത്തേക്ക് കാണത്തുള്ളേ. ഇനിയിപ്പോൾ ഫുൾ ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കുമേ. ഇന്ന് രാവിലെ തൊട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. ഉച്ചയ്ക്ക് ആയപ്പോഴത്തേനും എൻ്റെ കാലൊന്ന് മുറിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് തെന്നി വീണ്. അപ്പോൾ കാലിലെ നഖം ഇളകിയിട്ടുണ്ട്. അപ്പം ഇനി ഉടൻ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുമേ. അപ്പം ഇതാണ് നമ്മുടെ റൂം വരുന്നത്. അപ്പോൾ റൂമിലും ചവറൊന്നും കാണത്തില്ല, ജസ്റ്റ് ഒന്ന് തൂത്താൽ മാത്രം മതി. ഇനി റൂമിലൊക്കെ ഒന്ന് പൊടി അടിക്കാനുണ്ട്, പിന്നെ ജനലൊക്കെ തുടയ്ക്കാനുണ്ട്. അതൊക്കെ ഒരു ഫുൾ ക്ലീനിങ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഓണമൊക്കെ വരുന്നതിന് മുന്നേ പയ്യെ ഓരോന്നും ചെയ്യണം. ഓണത്തിനടുപ്പിച്ച് ഞാനൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിനടുപ്പിച്ച് ചെയ്തപ്പോഴത്തേനും പനിയൊക്കെ വന്നേ, പൊടി അടിച്ചിട്ട് നല്ല തൊണ്ടവേദനയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഓണം കുറച്ച് അസുഖമൊക്കെ ആയിരുന്നു. എന്നാലും
കിടന്നില്ല, കിടക്കാൻ തോന്നിയില്ല. കാര്യം ആ വർഷത്തിലൊരിക്കൽ വരുന്ന ഓണമല്ലേ, അതുകൊണ്ട് ഞാനങ്ങ് എഴുന്നേറ്റു. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം എല്ലാം നേരത്തെ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് സ്ഥലത്തൊക്കെ ഇനി ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ മേടിക്കണം. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുവാണ് അവിടെ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ. എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. എനിക്ക് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരേപോലെ കാണുന്നത് എപ്പോഴും ഇഷ്ടമല്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഡെയിലി ഒരു സ്ഥലത്ത് തന്നെയാണ് എപ്പോഴും പോകുന്നെങ്കിൽ നമുക്ക് ആ സ്ഥലത്ത് പോയി മടുക്കൂലേ. അതേപോലെ തന്നെയാണ് വീടും. അപ്പോൾ വീട്ടിൽ നമുക്ക് ഓരോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീഅറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് മാറ്റങ്ങൾ കൊടുക്കുവാണെങ്കിൽ നമുക്ക് തന്നെ ഒരു പോസിറ്റീവായിരിക്കും. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ ദർശുട്ടന് ഫുഡ് കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും ഇരുട്ടി വന്നേ. പിന്നെ ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് ഇനിയിപ്പം വിളക്ക് കത്തിക്കണം. വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ടി വി കാണും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ലേറ്റായിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. കാര്യം ജിത്ത് ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പോഴത്തേനും ഫുഡ് പിന്നെ ചീത്തയാണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് ലേറ്റായിട്ടേ ഫുഡ് ഉണ്ടാക്കും. ഒരു 9 മണിക്കുള്ളിൽ ഫുഡ് ഉണ്ടാക്കും. എന്നിട്ട് ഞങ്ങൾ കഴിക്കും. അപ്പം ഞാനും അമ്മയും ദർശൂട്ടന് പിന്നെ നേരത്തെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ആൾ നേരത്തെ ഉറങ്ങുന്നതുകൊണ്ടേ എന്തെങ്കിലും നേരത്തെ ഉണ്ടാക്കി കൊടുക്കും. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ വേറെ പണിയൊന്നുമില്ല കേട്ടോ. പിന്നെ ഉറങ്ങാനായിട്ട് കിടക്കുവാണേ. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ മോനിപ്പം നേരത്തെ ഉറങ്ങുന്നുണ്ട്. മോൻ ഉറങ്ങിയിട്ടാണ് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പം എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഈ സമയത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.